ഇന്ന് നമുക്ക് നല്ല ചൂട് പക്കാവട ആയാലോ. ചായയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി പക്കാവടയാണ്. വളരെ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് അളവിൽ കടലപ്പൊടിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ കടലപ്പൊടിയാണ് നമ്മൾ ഇതിൻ്റെയൊക്കെയുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഞാനൊരു ക്രിസ്പിനെസ്സൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3/4 കപ്പ് അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ കൂടെ ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയാണ്. അപ്പോൾ കായപ്പൊടിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3/4 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ഒരു സ്മൂത്ത് ആകാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ അളവിൽ കുറച്ച് നെയ്യ്, 1 ടീസ്പൂൺ ഫുള്ളായിട്ട് എടുക്കണം എന്നില്ല, ഒരു 3/4 ടീസ്പൂണൊക്കെ എടുത്താൽ മതിയാവും. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇനി കൈ കൊണ്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ കൈ കൊണ്ടൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാ പൊടികളും എല്ലാ സ്ഥലത്തും ഒരുപോലെ ആയി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമുക്കിനി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് അളവിൽ വെള്ളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് 1/2 കപ്പ് ഒഴിച്ചപ്പോൾ തന്നെ എൻ്റെ ഈ മാവ് കുഴയാൻ ആവശ്യത്തിൽ വെള്ളമായി. വേറെ എക്സ്ട്രാ ഒന്നും ഒഴിക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് നല്ല ഇടിയപ്പത്തിൻ്റെയൊക്കെ മാവ് കുഴക്കില്ലേ, അത്രയും നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ചപ്പാത്തിയുടെ മാവിനേക്കാളും ഒരിത്തിരിയും കൂടെ ലൂസായിട്ടുള്ള രീതിയിൽ കുഴച്ചെടുക്കണം. ഇതിനി നമുക്ക് സേവനാഴിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വീശിയെടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് ഓരോ പീസ് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിനി ഇത് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കണ അച്ചിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിൻ്റെ നമ്മൾ ചില്ലെന്ന് പറയുന്ന സാധനം നമ്മളെപ്പോഴും പക്കവടയുടെ ആ ഒരു നമ്മൾ മേടിക്കുമ്പോൾ പല പല ഇതിൽ ഇടിയപ്പത്തിൻ്റെ ആണെന്നുണ്ടെങ്കിൽ പല പല ടൈപ്പ് ഇത് കിട്ടില്ലേ, അതിൽ നമ്മൾ പക്കാവടയുടെ ടൈപ്പിലുള്ളത് എടുക്കാം. അത് കഴിഞ്ഞ് ഇനി ഒട്ടും വെയിറ്റ് ചെയ്യേണ്ട, നമുക്കിത് നേരെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൻ്റെ നടുക്ക് വെച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ഡയറക്റ്റായിട്ട് ഒരുപാട് കട്ടിയിൽ നമ്മൾ ഇതാക്കി കൊടുക്കരുത്. കട്ടി കുറച്ചിട്ട് ഓരോ ലെയർ ഒന്നിലൊന്നിൽ തൊടാതെ രീതിയിൽ ശ്രമിക്കുക. ആ ഒരിത്തിരിയും നമ്മൾ ഇതാക്കാൻ പാടുള്ളൂ. പിന്നെ 1 മിനിറ്റ് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ ഒന്ന് മറിച്ചുകൂടെ ഇട്ടിട്ട് 2 സൈഡും ഒരുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ കുഴിവുള്ള പാത്രത്തിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു മറിച്ച് കൊടുക്കണ്ട, ഒന്ന് മിക്സ് ചെയ്തൊന്ന് കൊടുത്താൽ മതിയാവും. ഞാനിതിവിടെ പരന്ന പാത്രത്തിലെടുത്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് ചായ റെഡിയാവുന്ന നേരം കൊണ്ട് തന്നെ നമുക്ക് ഇപ്പുറത്തെ അടുപ്പിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സ്നാക്ക് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയുക. അതുപോലെ തന്നെ നമ്മളുടെ ഈ പേജ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കാം. ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. വീണ്ടും നല്ല അടിപൊളി വീഡിയോസായിട്ട് ഇനിയും കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.